ലളിതം ഗണിതം ലളിതമീ ഗണിതം. നമസ്കാരം മിടുക്കികളെ മിടുക്കന്മാരെ, സുഖല്ലേ? ഹാപ്പി ആയിട്ടിരിക്കണില്ലേ? എന്താണ് തൗഫിക്ക്, ഗണിതം ലളിതമായിട്ട് വരുന്നുണ്ടോ? ഇല്ലേ? ശരിയാക്കാം, നമുക്ക് ക്രമേണ കുറച്ചും കൂടി കാലം കഴിയട്ടെ, നമുക്ക് ഗണിതം ലളിതമായിട്ട് തന്നെ വരുത്തിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് CBSE മാത്സ് ക്ലാസ് 6 ചാപ്റ്റർ 4 ബേസിക് ജിയോമെട്രിക്കൽ ഐഡിയാസ്, അതിൻ്റെ പാർട്ട് 5 ആണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ്സിൽ കേട്ടോളൂ പറയണത്. അപ്പോൾ നമുക്ക് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ മാതിരി തന്നെ ഒരു റിവിഷൻ മാതിരിയാണ്. ആ ചാപ്റ്ററിൽ ഓൾറെഡി നമ്മൾ എടുത്തതാണ്, ഒന്നും കൂടി അത് നന്നായി പോകണം, നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. നമുക്കെന്നാൽ പോളിഗൺ എന്താണോ ഒന്നുകൂടി നോക്കാം. പോളി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ എന്നുള്ളതാണ് പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ ഇതിൽ എന്താ വരുന്നത്, 3 അതിലധികമോ സൈഡ് ഉള്ള ജിയോമെട്രിക്കൽ ഷേപ്സിനെയാണ് നമ്മൾ പോളിഗൺ എന്ന് പറയുന്നത്. പോളിഗണിന് വേറെ 1-2 കണ്ടീഷൻസ് ഉണ്ട്. എന്താണ് അതെന്താന്ന് പറഞ്ഞാൽ, സിമ്പിൾ കർവായിരിക്കണം, ലൈൻ സെഗ്മെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കണം, പിന്നെന്താണ്, ക്ലോസ്ഡ് കർവ് ആവണം. ഇതാണ് 3 കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സിമ്പിൾ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ക്രോസിങ് കർവ് ആവാൻ പാടില്ല. അത് ക്രോസിങ് കർവ് ആവാത്തതൊക്കെ സിമ്പിൾ കർവാണ്. കണ്ടില്ലേ, ഇതൊരു സിമ്പിൾ കർവാണ്, ഇത് ക്രോസിങ് കർവാണ്, അല്ലെങ്കിൽ ഒന്നിൻ്റെ മീതെ ഒന്നിൽ പോകാൻ പാടില്ല. അതാണ് ആദ്യത്തെ കണ്ടീഷൻ, ക്രോസിങ് കർവ് ആവാൻ പാടില്ല. പിന്നെന്താണ്, ലൈൻ സെഗ്മെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കണം. ഉണ്ടോ, ഇങ്ങനെ ലൈൻസ്. ഇതൊരു പോളിഗണാണ്, ഈ പോളിഗണ് 3 സൈഡ് പോളിഗണാണ്, നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അല്ലേ. ലൈൻ സെഗ്മെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കണം, ക്ലോസ്ഡ് കർവായിരിക്കണം. ഇപ്പോൾ ലൈൻ സെഗ്മെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വെച്ച് നിർത്തി വിചാരിക്കുക, ഇത് പോളിഗൺ ആവില്ല. എന്താ കാരണം, ഇത് ഓപ്പൺ കർവല്ലേ, ഇവിടെ തുറന്ന് കിടക്കുകയല്ലേ. ഇതങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് പോളിഗണായി. പിടിയിട്ടില്ലേ? ഇതാണ് തമ്മിൽ വ്യത്യാസം. അതായത് സിമ്പിൾ കർവായിരിക്കണം. അപ്പോൾ നോക്കൂ, ഇങ്ങനെയാണെങ്കിലോ ഇങ്ങനെ വന്നിട്ട് ഇതിലെവിടെ കുഴപ്പം വരുന്നത്, ലൈൻ സെഗ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. ആണ്, ക്ലോസ്ഡ് കർവ് ആവണമെന്ന് പറഞ്ഞു, അതുമാണ്. പക്ഷേ ഇത് സിമ്പിൾ കർവല്ല, ഈ ക്രോസിങ് കർവാണ്. ഇത് സിമ്പിൾ കർവല്ല, ക്രോസിങ് കർവായതിന് ഇതിനെ നമുക്ക് പോളിഗൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇനി വേറൊരു പിക്ചർ വരച്ച് നോക്കാം. ഇതൊരു പോളിഗണാണോ? 1 2 3 4 5 സൈഡ് ഉണ്ട് അല്ലേ. പോളിഗണാണ്. 3യോ അതിൻ്റെ മീതെയോ സൈഡായ പോളിഗണായി കിട്ടി. പക്ഷേ ഇത് പോളിഗൺ അല്ല. എന്താ കാരണം, ആരാ പറയാം, ആരതി? എന്താ കാരണം? അത് തന്നെ, കർവ് വന്നു. ഇവിടെ കണ്ടു, ഇതിൻ്റെ രണ്ടിനിടയിൽ ഒരു കർവ്. ഈ കർവ് വരാൻ പാടില്ല. അതായത് പോളിഗൺ എന്ന് പറയുന്നത് ലൈൻ സെഗ്മെൻറ്റോടുകൂടി മാത്രം ഉണ്ടാക്കേണ്ടതാവണം. അതിൻ്റെ ഉള്ളിൽ ലൈൻ സെഗ്മെൻറ്റേ പാടുള്ളൂ, റേ പാടില്ല, ലൈൻ പാടില്ല, ഈ കർവ് ഇത് വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ വൃത്തിയായില്ല. എന്തൊക്കെ കണ്ടീഷൻസ്, ക്ലോസ്ഡ് കർവ് ആവണം, ക്രോസിങ് കർവ് ആവരുത്, ലൈൻ സെഗ്മെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കണം. ഇനി നമുക്ക് ഒരു വൃത്തിയായിട്ടൊരു പോളിഗൺ വരയ്ക്കാം. 4 സൈഡിലുള്ളൊരു പോളിഗൺ ആയിട്ട്, അപ്പോഴേ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ പറ്റുള്ളൂ. ഇതൊരു 4 സൈഡഡ് പോളിഗണാണ്. അതിന് നമ്മളെന്താ പറയുക, ക്വാഡ്രിലേറ്ററൽ എന്ന് പറയും ജനറലി.
ഏത് പോളിഗണും 4 സൈഡ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്വാഡ്രിലേറ്ററൽ എന്ന് പറയാം. പിന്നെ ക്വാഡ്രിലേറ്ററിൻ്റെ ഉള്ളിൽ സ്ക്വയർ വരുന്നുണ്ട്, റെക്റ്റാങ്കിൾ വരുന്നുണ്ട്, അങ്ങനെ പലതും വരുന്നുണ്ട്. സ്ക്വയർ ആണെങ്കിൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും, റെക്റ്റാങ്കിൾ ആണെങ്കിൽ 2 സൈഡ് ഈക്വൽ ആയിരിക്കും, മറ്റ് 2 സൈഡ് വേറെ ഈ 2 സൈഡ് ഈക്വൽ ആയിരിക്കും. റെക്റ്റാങ്കിളിൽ ഒന്ന് നീളം കൂടിയതായിരിക്കും, ഒന്ന് നീളം കുറഞ്ഞതായിരിക്കും. സ്ക്വയറിലല്ല. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് പേരിടാം A B C D. അപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ABCD. ഇതിന് 4 സൈഡ്. ഏതൊക്കെ സൈഡ്? AB എന്ന് പറഞ്ഞ സൈഡ്, BC എന്ന് പറഞ്ഞ സൈഡ്, DC എന്ന് പറഞ്ഞ സൈഡ്, AD എന്ന് പറഞ്ഞ സൈഡ്. 4 സൈഡ്, 4 ആംഗിളും ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ. കേട്ടോ, ഇവിടെ, 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 ഇവിടെ. ഓക്കെ. ഇനിയുള്ളതാണ് ഒരു കൺസെപ്റ്റാണ് വെർട്ടെക്സ്. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 2 സൈഡ് എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അവിടെ നമ്മൾ വെർട്ടെക്സ് എന്ന് പറയും. A ഒരു വെർട്ടെക്സ് ആണ്, B ഒരു വെർട്ടെക്സ് ആണ്, C മറ്റൊരു വെർട്ടെക്സ് ആണ്, D 4ാമത്തെ വെർട്ടെക്സ് ആണ്. 4 വെർട്ടെക്സ് ഇവിടെ ഉണ്ട്, 4 ആംഗിളും ഉണ്ട് അല്ലേ? ആംഗിൾ നമ്മളെങ്ങനെ പറയാമെന്ന് അറിയില്ലേ? ഈ ആംഗിളിന് നമ്മളെങ്ങനെ പേര് വിളിക്കുക? ഈ ആംഗിളിൻ്റെ A എന്ന് പറയുന്നതിൻ്റെ നടുവിൽ നിർത്തിയിട്ട് നമ്മൾ പേരിടണം. D എന്ന് തുടങ്ങാം. ആംഗിൾ DAB, ആംഗിൾ DAB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിളായി. കണ്ടോ? A എന്നുള്ള നടുവിൽ വരണം. ഏത് ആംഗിളിനെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് എപ്പോഴും നടുവിൽ വരണം. അങ്ങനെയാണ് പറയുക. ആംഗിൾ BAD എന്നും പറയാം ഇതിനെ. ആംഗിൾ, കണ്ടോ? ആംഗിൾ BAD, രണ്ടും ഒന്ന് തന്നെ. ഇതേ ആംഗിളിന് എൻ്റെ 2 പേരാണ്, ആംഗിൾ DAB, ആംഗിൾ BAD. പിന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം അഡ്ജസൻ്റ് ആംഗിൾ പറയാം. അഡ്ജസൻ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അഡ്ജസൻ്റ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ, അഡ്ജസൻ്റ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് ഇരിക്കുന്നതാണ് അർത്ഥം അല്ലേ? ദിസ് ബിൽഡിംഗ് ഈസ് അഡ്ജസൻ്റ് ടു ദാറ്റ് ബ്ലൂ ബിൽഡിംഗ്. അല്ലെങ്കിൽ നമ്മൾ പറയാം അഡ്ജസൻ്റ്, തൊട്ടടുത്ത് കിടക്കുന്നതാണ് അഡ്ജസൻ്റ്. അപ്പോൾ അഡ്ജസൻ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഈ സൈഡും ഈ സൈഡും കൂടി അഡ്ജസൻ്റ് അല്ലേ? എന്താ കാരണം? ഇതിൻ്റെ ഈ സൈഡിൻ്റെ ഒരു എൻഡ് പോയിൻ്റ് ബിയിലാണ്, ഈ സൈഡിൻ്റെ എൻഡ് പോയിൻറ്റും ബിയിലാണ്. അപ്പോൾ ഒരു കോമൺ എൻഡ് പോയിൻ്റ് ഉള്ള സൈഡ്സിനെയാണ് അഡ്ജസൻ്റ് സൈഡ്സ് നമ്മൾ പറയാം. അതല്ലാത്ത സൈഡാണ് നോക്കൂ, ABയും DCയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇല്ല. കോമൺ പോയിൻ്റ് ഒന്നുമില്ല. AB ഇങ്ങനെ കിടക്കണു, CD ഇങ്ങനെ കിടക്കുന്നു. അങ്ങനെ യാതൊരു ബന്ധമില്ലാത്ത കിടക്കുന്ന സൈഡ്സിനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ ABയും DCയും ഓപ്പോസിറ്റുമാണ്, ABയും CDയും അഡ്ജസൻറ്റുമാണ്. ഇതേമാതിരി തന്നെയാണ് നമ്മുടെ ആംഗിളിൻ്റെ കാര്യത്തിലും. ആംഗിൾ Aയും ആംഗിൾ Bയും അഡ്ജസൻ്റാണ്. എന്താ കാരണം? എന്താണ്? ഒരു ലൈൻ സെഗ്മെൻറ്റിന് 2 അറ്റത്താണ് ഈ ആംഗിൾ നിൽക്കുന്നത്. AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റിൻ്റെ 2 തലക്കിലാണ് ഈ ആംഗിൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കതിന് അഡ്ജസൻ്റ് ആംഗിൾസ് എന്ന് പറയാം. നേരെ മറിച്ച് ആംഗിൾ Aയും ആംഗിൾ Cയും തമ്മിൽ വല്ല കണക്ഷൻ ഉണ്ടോ? നമ്മൾ നേരത്തെ സൈഡ്സിനെ കുറിച്ച് പറഞ്ഞ മാതിരി ആംഗിൾ Aയും ആംഗിൾ Cയും കൂടി യാതൊരു കണക്ഷനും ഇല്ല. അതുകൊണ്ട് അതിനെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നു. പിടിയിട്ടില്ലേ? അതേമാതിരി അഡ്ജസൻ്റ് വെർട്ടെക്സ്, Aയും Bയും അഡ്ജസൻ്റ് വെർട്ടെക്സ് ആണ്, അടുത്തടുത്ത് കിടക്കുന്നതല്ലേ. Aയും Cയും അഡ്ജസൻ്റ് വെർട്ടെക്സ് അല്ല, വിട്ട് കിടക്കുന്നു. വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ. ഇനി ഇതിൽ തന്നെ നമ്മൾ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് അറിയൂ? ഈ പറയുന്ന സംഗതികൾ അതിലില്ല. ഇപ്പോൾ ട്രയാങ്കിൾ ABC, ABC എന്നൊരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിലെന്തുണ്ട്? 3 സൈഡ്സ് ഉണ്ട്. AB ഉണ്ട്, AC ഉണ്ട്, BC ഉണ്ട്, 3 ആംഗിൾസും ഉണ്ട് അല്ലേ? ആംഗിൾസ് നമ്മൾ പേര് കൊടുക്കാം. ഈ ആംഗിൾ എന്താണ്? ആംഗിൾ BAC. ഇതോ ACB. ഇതോ ആംഗിൾ ABC. 3 ആംഗിളും ഉണ്ട്, 3 സൈഡും ഉണ്ട്. പക്ഷേ ഇവിടെ ഈ അഡ്ജസൻ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മീനിങ് ഇല്ല അല്ലേ? എല്ലാ സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റൻ്റ് ആണ്. അപ്പോൾ മിനിമം 4 സൈഡ് വരുമ്പോഴാണ് ഈ അഡ്ജസൻ്റ് സൈഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. അതേമാതിരി തന്നെ അഡ്ജസൻ്റ് ആംഗിൾസും അതെല്ലാം അഡ്ജസൻ്റ് ആംഗിൾസാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതാണ് ട്രയാങ്കിൾ. ഈ ക്വാഡ്രിലേറ്ററൽ മുതലേ നമുക്ക് ഇതിന് ഇങ്ങനത്തെ ടേംസ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് പോളിഗൺസ് അല്ലാത്ത ഒരു ജിയോമെട്രിക്കൽ ഷേപ്പ് പരിചയപ്പെടാം. അതെന്താണ്? സർക്കിളാണ് അത്. ഇതൊരു പോളിഗൺ അല്ല, പക്ഷെ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ജിയോമെട്രിക്കൽ ഷേപ്പാണ് സർക്കിൾ അല്ലേ? എന്നാലോചിച്ച് നോക്കൂ, എത്ര സാധനങ്ങളുണ്ട് സർക്കിൾ.
ഏറ്റവും സർക്കിളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം എന്താണ് സർക്കുലർ ഷേപ്പിലുള്ളത്? ചക്രം. എന്താ കാരണം? ചക്രം മനുഷ്യൻ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇക്കണ്ട ഡെവലപ്മെൻ്റൊക്കെ പിന്നെ വന്നത്. പണ്ട് കാലത്തെ ആൾക്കാർക്ക് ചക്രം കണ്ടുപിടിക്കാത്ത കാലത്ത് എന്തായിരുന്നു? ഉന്താണ്. വലിയ വലിയ ഭാരം കൂടിയ സാധനങ്ങളൊക്കെ ഉന്തി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു ചക്രത്തിൻ്റെ ഷേപ്പിൽ സാധനം വെച്ച് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് പോകും. അപ്പോൾ വളരെ പണ്ട് കാലം മുതൽക്ക് തന്നെ മനുഷ്യൻ ചക്രം കണ്ടുപിടിച്ചിരുന്നു. അത് ആ ചക്രത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ സർക്കുലർ ഷേപ്പിലാണ്. പിന്നെ നമുക്ക് ആലോചിച്ച് ഇഷ്ടം പോലെ ഇല്ല. എന്താണ്? ക്ലോക്ക്. സർക്കുലർ ക്ലോക്ക് കാണാനില്ലേ? പിന്നെ എന്തൊക്കെയാണ് ഉദാഹരണം? ആലോചിക്കൂ. രശ്മി എന്താ പറയേണ്ടത്? ഒരു ഉദാഹരണം സർക്കുലർ ഷേപ്പിൻ്റെ പറയൂ. ആലോചിച്ചൊക്കെ കിട്ടും, ഇനിയും കിട്ടും. സ്റ്റിയറിംഗ് വീല് അല്ലേ? കാറിൻ്റെ സ്റ്റിയറിംഗ് വീലും സർക്കിളല്ലേ? വെരി ഗുഡ്. പിന്നെന്താ ആർക്കാ പറയാൻ പറ്റുക? അലക്സ് പറയൂ. ആലോചിച്ച് പറഞ്ഞേ പറ്റൂ. സർക്കുലർ ഷേപ്പിലുള്ള ഒരു സാധനം കിട്ടിയാ? നാണയം. ശരി, കറക്റ്റ്. ബുദ്ധിയുള്ള കുട്ടിയാണ്. നാണയത്തിൻ്റെ നോട്ടല്ല, നമ്മൾ ചില്ലറ ഇതാവില്ലേ, അതിൽ പലതും ചിലതല്ലാത്തതുണ്ട്, പക്ഷേ സർക്കുലർ ഷേപ്പിലുള്ള നാണയങ്ങളുണ്ട്. അതൊരു നല്ലൊരു എക്സാമ്പിളാണ്. ഓക്കെ, ഗുഡ്. ഇനി സർക്കിളിൻ്റെ ഓരോ ഗുണഗണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. സർക്കിൾ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുള്ളൂ. ഒരു സെൻറ്റർ O എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ ഇവിടെ ഒരു B എന്ന് പറഞ്ഞൊരു വേറെ പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ OB ഡിസ്റ്റൻസ് തന്നെ നിലനിർത്തിയിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ച് വരയ്ക്കുമ്പോഴാണ് അതൊരു സർക്കിളായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു സർക്കിളിൽ ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും, ഇവിടെ വേറെ പോയിൻ്റ് C എന്ന് എടുത്തു, ഈ OLക്ക് മുട്ടിച്ച് കഴിഞ്ഞാൽ OC ഇപ്പോൾ 5 സെൻറ്റിമീറ്ററാണെന്ന് വിചാരിക്കുക. OBയും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവിടെ വേറെ X എന്നൊരു പോയിൻ്റ് എടുത്തു, അതിലേക്ക് ഇങ്ങനെ വരച്ചാൽ OXും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഏതെടുത്തു കഴിഞ്ഞാലും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയണോ? ഈ സെൻറ്റർ പോയിൻറ്റിന് സെൻറ്റർ എന്ന് തന്നെ നമ്മൾ പറയുന്നു. ഈ ചുറ്റുവട്ടത്തുള്ള ഈ ബൗണ്ടറി ഉണ്ടല്ലോ, ഇതിൻ്റെ മെഷർമെൻറ്റിനെയാണ് നമ്മൾ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് എത്രയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ സർക്കിളാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ സർക്കംഫറൻസ് 25 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്ര. അപ്പോൾ 50 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പിന്നെയും കൂടും. അപ്പോൾ ഈ സർക്കംഫറൻസ് കൂടുന്നതനുസരിച്ച് ആ സർക്കിളിൻ്റെ വലിപ്പം കൂടും. പിന്നെ അത് കണ്ടെത്താനുള്ള വേറെ മെത്തേഡ് കൂടിയാണ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു, ഈ സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ലൈൻ സെഗ്മെൻറ്റിൻ്റെ ദൂരമാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഒരു 15 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളതാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഇങ്ങനെ പോവില്ലേ? അപ്പോൾ ഇത്രയും വലിയൊരു സർക്കിളായി മാറും. അപ്പോൾ സർക്കംഫറൻസ് കൂടി വന്നു കഴിഞ്ഞാലും സർക്കിൾ വലുതാവും, റേഡിയസ് കൂടി വന്നാലും സർക്കിൾ വലുതാവും. ഓക്കെ, ഇനി റേഡിയസ് തന്നെ നോക്കിക്കോളൂ. ഇപ്പോൾ B തൊട്ട് O വരെ ഇങ്ങനെ വരച്ചു. ഈ വരച്ച വര അതേ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ കൂട്ടിമുട്ടിച്ചു നിൽക്കുക, സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പോൾ ഇവിടെ Y എന്ന് പറഞ്ഞൊരു പോയിന്റിൽ മുട്ടി നിൽക്കുക. ഈ BYക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡയമീറ്റർ എന്ന് പറയും. അതായത് 2 റേഡിയസ് നേർക്ക് നേർ വന്നിട്ട് ഇങ്ങനെ 2 അപ്പോൾ ഒരു ഡയമീറ്റർ പറഞ്ഞത് OB എന്ന് പറഞ്ഞ റേഡിയസും OY എന്ന് പറഞ്ഞ മറ്റേ റേഡിയസും കൂടി ചേരുമ്പോഴാണ് BY എന്ന് പറയുന്ന ഡയമീറ്റർ വരുന്നത്. അപ്പോൾ 2 റേഡിയസ് കൂടി കഴിഞ്ഞാൽ ഒരു ഡയമീറ്ററിൻ്റെ ലെങ്ത് ആവും. അതാണ് ഡയമീറ്ററും റേഡിയസും തമ്മിലുള്ള വ്യത്യാസം. ഇനി കോഡ് മാർക്കും എന്താണെന്ന് നോക്കാം. കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ ഏതെങ്കിലും 2 പോയിൻ്റ് എടുക്കുക. ഓക്കെ, ആ 2 പോയിൻ്റ് ഇപ്പോൾ നമ്മളിവിടെ എടുത്തു. ഇവിടെ ഒരു പോയിൻ്റ് P എന്ന് പറഞ്ഞൊരു പോയിൻ്റ് എടുത്തു, ഇവിടെ Q എന്ന് പറഞ്ഞ വേറെ പോയിൻ്റ് എടുത്തു. ഈ ഏതെങ്കിലും 2 പോയിൻ്റ് തമ്മിൽ എടുത്തിട്ട് അത് കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചാൽ അത് ഈ സർക്കിളിൻ്റെ ഒരു കോഡ് എന്ന് പറയും. അപ്പോൾ ഇതിനെ നമ്മൾ കോഡ് PQ എന്ന് പറയും. ഇതിൻ്റെ വേറൊരു ഇതാണ് ആർക്ക് എന്ന് പറയുന്നത്. ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ തന്നെ ഒരു കഷ്ണമാണ്. അപ്പോൾ ആർക്ക് PQ അത് നമ്മളിങ്ങനെ എഴുതുക കേട്ടോ, സിമ്പിൾ ഇങ്ങനെ വളഞ്ഞിട്ട് വരയ്ക്കുക PQ കണ്ടോ, ആംഗിൾ PQ അല്ല ആർക്ക് PQ, മനസ്സിലായില്ലേ? പിന്നെയാണ് സെക്ടർ, സെഗ്മെൻറ്റ്, അങ്ങനെ 2 സാധനങ്ങളുണ്ട്. സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 റേഡിയെ വേറൊരു സർക്കിൾ വരയ്ക്കുക, അത് നല്ലത്.
ഒരു സർക്കിളിൻ്റെ ഇവിടെ O സെൻറ്ററായിട്ട് വേറൊരു സർക്കിൾ വരച്ചു. ഓക്കെ, ഈ ഇതിൻ്റെ 2 റേഡിയ എന്ന് പറഞ്ഞാൽ ഇത് അപ്പോൾ B എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നിന്ന് ഒരു റേഡിയ വരച്ചു, C എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് വേറൊരു റേഡിയസ് വരച്ചു. റേഡിയസ് എന്നുള്ളതിൻ്റെ പ്ലൂറലാണ് റേഡിയ. അപ്പോൾ 2 റേഡിയ ഒരു ഭാഗത്തും ഒരു ആർക്ക് ബി സി അല്ലേ ഇവിടെ നിൽക്കുന്നത്. ഒരു സൈഡിലൊരു ആർക്കും ബാക്കി സൈഡിൽ 2 റേഡിയ ചേർന്നുള്ളൂ. ഇതിനെയാണ് നമ്മൾ സെക്ടർ എന്ന് പറയുന്നത്. ഇനി സെഗ്മെൻറ്റ് കോഡും ആർക്കും ചേർന്നതാണ്. ഇപ്പോൾ ഉദാഹരണം ഇവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞൊരു പോയിൻ്റ് എടുത്തു, ഇവിടെ വൈ എന്ന് പറഞ്ഞ വേറെ പോയിൻ്റ് എടുത്തു. ഇത് രണ്ടും കൂടി കൂട്ടി യോജിക്കുമ്പോൾ ഇതെന്തായി? ഒരു കോഡായി. ഈ കോഡും ഈ ആർക്കും ചേർന്നിട്ടില്ലേ, ആംഗിൾ ആർക്ക് എക്സ് വൈയും കോഡ് എക്സ് വൈയും ചേർന്നില്ല ഈ റീജിയനാണ് നമ്മൾ പറയുന്നത് സെഗ്മെൻറ്റ്. ഇത് തമ്മിൽ തെറ്റരുത്. ഇത് സെഗ്മെൻറ്റ്, ഇത് സെക്ടറിന് ഏതുമായിട്ട് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആർക്കാണ് അല്ലേ. സെക്ടറിലും ആർക്കുണ്ട്, സെഗ്മെൻറ്റിലും ആർക്കുണ്ട്. പക്ഷേ സെക്ടറിൽ ആർക്കിൻ്റെ കൂടെ റേഡിയസ് ആണുള്ളത്, സെഗ്മെൻറ്റിലെ ആർക്കിൻ്റെ കൂടെ കോഡാണുള്ളത്. ഇത് മനസ്സിലാക്കിയാൽ മതി. ഉറച്ചില്ലേ? സെക്ടറിലെ ആർക്കിൻ്റെ കൂടെ റേഡിയസ്, സെഗ്മെൻറ്റിലെ ആർക്കിൻ്റെ കൂടെ കോഡ്. ഈ വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ നമ്മൾ ഈ ഡയമീറ്റർ ഇങ്ങനെ വരച്ചില്ലേ, ഇപ്പോൾ ഇത് O എന്ന് പറഞ്ഞ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ഒരു ഡയമീറ്റർ വരച്ചു. ഇങ്ങനെയാണ് ഇതിന് ഡയമീറ്റർ പറയുന്നത് DE. അപ്പോൾ ഈ ഡയമീറ്റർ വരച്ചാൽ ഈ സർക്കിളിന് എന്താ സംഭവിക്കുന്നത്? ഈ സർക്കിൾ 2 ഈക്വൽ പാർട്ടായിട്ട് മാറുന്നു അല്ലേ. അപ്പോൾ ഈ ഓരോ പാർട്ടിനെ നമ്മൾ സെമി സർക്കിൾ എന്ന് പറയുന്നു. ഇതൊരു സെമി സർക്കിൾ, ഇത് മറ്റേ സെമി സർക്കിൾ. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഒരു ഡയമീറ്റർ വരച്ചു കഴിഞ്ഞാൽ ആ ഡയമീറ്റർ എന്താ ചെയ്യുക? 2 സെമി സർക്കിളായിട്ട് അതിനെ മാറ്റും. ഓക്കെ, ഒരുവിധം പിടികിട്ടിയില്ലേ? നമുക്ക് എക്സസൈസ് ചെയ്യുന്തോറും കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ലളിതം ഗണിതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യണം. ഒരു തവണ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ട് രണ്ടാമതും അമർത്തരുത്, അപ്പോൾ അത് അൺസബ്സ്ക്രൈബ് ആവും കേട്ടോ. ഒരു തവണ സബ്സ്ക്രൈബ് ചെയ്തവർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട. നമുക്ക് നോക്കി അറിയാൻ പറ്റും സബ്സ്ക്രൈബ്ഡ് ആണോ അല്ലേ എന്നുള്ളത്. പിന്നെ ഇത്തരം ക്ലാസ്സുകളിൽ ഇൻട്രസ്റ്റ് ഉള്ള ബാക്കി കൂട്ടുകാരോട് കൂടി നിങ്ങൾ പറയണം ഇതെങ്ങനൊരു ക്ലാസ് ഉണ്ട്, അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരെയും കൂടി സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. ബൈ.